നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നത് യാദൃശ്ചികമാണെന്നൊരിക്കലും കരുതരുത്. ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ദൈവം ചില നിമിഷങ്ങൾ ഒരുക്കി വയ്ക്കും. ആ നിമിഷങ്ങളിൽ ഒന്നായിരിക്കാം ഇത്. ഈ വീഡിയോ തുടങ്ങുന്നതിന് മുൻപ് മനസ്സിനെ ശാന്തമാക്കുക. ഗുരുവായൂരപ്പനെ ഹൃദയത്തിൽ ധ്യാനിക്കുക. നിങ്ങളുടെ മനസ്സിലുള്ള ഏറ്റവും വലിയ ഒരു ആഗ്രഹം അത് മാത്രം ഓർക്കുക. അത് ഒരുപക്ഷെ ജോലിയാകാം, വിവാഹമാകാം, സന്താന ഭാഗ്യമാകാം, ആരോഗ്യമാകാം, സാമ്പത്തിക പുരോഗതിയാകാം, കുടുംബ സൗഖ്യമാകാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും പ്രാർത്ഥനയായിരിക്കാം. ഇപ്പോൾ കണ്ണുകൾ ഒരു നിമിഷം അടച്ച് ഗുരുവായൂരപ്പനോട് മനസ്സുരുകി പ്രാർത്ഥിക്കുക. ഗുരുവായൂരപ്പ, എനിക്ക് ഏറ്റവും നല്ലത് എന്താണോ അത് എൻ്റെ ജീവിതത്തിൽ സംഭവിക്കാൻ അനുഗ്രഹിക്കണമേ. എൻ്റെ മനസ്സിലുള്ള സംശയങ്ങൾക്ക് ഒരു ദിവ്യ സൂചന നൽകണമേ. ഇനി കണ്ണുകൾ പതിയെ തുറക്കുക. നിങ്ങളുടെ മുന്നിൽ കാണുന്ന ഈ ഒരു സ്ക്രീനിൽ കാണുന്ന 3 ഗുരുവായൂരപ്പന്റെ മനോഹരമായിട്ടുള്ള ചിത്രങ്ങളിൽ നിങ്ങളുടെ മനസ്സ് ആകർഷിക്കുന്ന, നിങ്ങളുടെ മനസ്സ് ആദ്യം പറയുന്ന, നിങ്ങളുടെ ഹൃദയത്തിന്റെ ആഴത്തിൽ സ്പർശിക്കുന്ന ഒരു ചിത്രം തിരഞ്ഞെടുക്കുക. നിങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹം പ്രാർത്ഥിക്കുന്ന സമയത്ത് ഈ 3 ചിത്രങ്ങളിൽ ഏതിലേക്കാണ് നിങ്ങളുടെ മനസ്സ് ചായുന്നത്, ആ ഒരു ചിത്രമായിരിക്കണം നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത്. ഇത് ഒരു തൊടുകുറി വീഡിയോ ആണ്. പൂർണ്ണ വിശ്വാസത്തോടെ വേണം ഈ ഒരു വീഡിയോയിൽ നിങ്ങൾ പങ്കുചേരാനായിട്ട്. നിങ്ങൾക്ക് വിശ്വാസമില്ല എങ്കിൽ ഈ കാര്യം ചെയ്യാതിരിക്കുന്നതായിരിക്കും ഉത്തമം. ഗുരുവായൂരപ്പന്റെ ഓരോ ഭക്തർക്കും ഭഗവാൻ ഇന്ന് നൽകുന്നത് ഒരു ദിവ്യ സന്ദേശമായിരിക്കും. നിങ്ങളുടെ ആ ഒരു പ്രാർത്ഥനയ്ക്കുള്ള ഒരു മറുപടിയായിരിക്കും. അപ്പൊ നമുക്ക് ഓരോ ചിത്രത്തിന്റെയും ഫലങ്ങളിലേക്ക് കടക്കാം. അതിനു മുന്നേ നിങ്ങൾ പുതിയതായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവേദി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട്, അതോടൊന്ന് പ്രസ് ചെയ്യുക. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഗുരുവായൂരപ്പന്റെ ഓരോ ഭക്തരും ഓം നമോ നാരായണായ എന്ന മന്ത്രം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങളുടെ ഭക്തി ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ സമർപ്പിക്കുക. ഏറ്റവും ആദ്യം തന്നെ 1ാമത്തെ ചിത്രം തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള സന്ദേശമാണ് പറയുന്നത്. നിങ്ങൾ തിരഞ്ഞെടുത്തത് 1ാമത്തെ ചിത്രമാണെങ്കിൽ ആദ്യം ഗുരുവായൂരപ്പന്റെ തിരുനാമം മനസ്സിൽ ജപിക്കുക. ഈ തിരഞ്ഞെടുപ്പ് ഒരു ഉറച്ച വിശ്വാസത്തെയും ക്ഷമയെയും സൂചിപ്പിക്കുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹം വളരെ നാളായിട്ടുള്ളതാകാം. പലവട്ടം പ്രാർത്ഥിച്ചിട്ടും മറുപടി ലഭിക്കാത്തതുപോലെ തോന്നിയ നിമിഷങ്ങൾ നിങ്ങൾക്കുണ്ടായിരിക്കാം. ചിലപ്പോൾ പ്രതീക്ഷ ഉയർന്നിട്ട് വീണ്ടും നിരാശ അനുഭവിച്ചിട്ടുണ്ടാകാം. എന്നിരുന്നാലും നിങ്ങളുടെ പ്രാർത്ഥന വെറുതെ ആയിട്ടില്ലെന്ന് വിശ്വസിക്കാനാണ് ഈ തിരഞ്ഞെടുപ്പ് നിങ്ങളോട് പറയുന്നത്. ജീവിതത്തിലെ ചില കാര്യങ്ങൾ നമ്മൾ ആഗ്രഹിക്കുന്ന സമയത്ത് നടക്കില്ല. എന്നാൽ ശരിയായ സമയത്ത് നടക്കുമ്പോഴാണ് അതിൻ്റെ യഥാർത്ഥ അനുഗ്രഹം മനസ്സിലാകുന്നത്. അതുകൊണ്ട് തന്നെ ക്ഷമ കൈവിടാതിരിക്കുക എന്നതാണ് ഈ ചിത്രം നൽകുന്ന പ്രധാന സന്ദേശം. നിങ്ങളുടെ കുടുംബത്തിൽ അടുത്തിടെ ചില ആശങ്കകളോ അഭിപ്രായ വ്യത്യാസങ്ങളോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവ ക്രമേണ ശമിക്കാനുള്ള സാഹചര്യം രൂപപ്പെടുമെന്ന പ്രതീക്ഷ കൈവിടേണ്ടതില്ല. സ്നേഹത്തോടെ സംസാരിക്കുകയും പരസ്പരം മനസ്സിലാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നത് നല്ല മാറ്റങ്ങൾക്ക് വഴിയൊരുക്കും. സാമ്പത്തിക കാര്യങ്ങളിൽ നിങ്ങൾ ഏറെ ശ്രദ്ധയോടെ മുന്നോട്ടു പോകേണ്ട സമയമാണിത്. അനാവശ്യ ചെലവുകൾ ഒഴിവാക്കി വിവേകത്തോടെ തീരുമാനങ്ങൾ എടുക്കുന്നത് ഗുണകരമായിരിക്കും. ചെറിയ അവസരങ്ങൾ പോലും ഭാവിയിൽ വലിയ മാറ്റങ്ങൾക്ക് കാരണമാകാം. തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് പുതിയ അവസരങ്ങൾ തുറക്കാൻ സാധ്യതയുണ്ടെന്ന പ്രത്യാശ ഈ തിരഞ്ഞെടുപ്പ് നൽകുന്നു. ജോലി ചെയ്യുന്നവർക്ക് പുതിയ ഉത്തരവാദിത്വങ്ങളോ അംഗീകാരമോ ലഭിക്കാനുള്ള അവസരങ്ങൾ വന്നേക്കാം. അതിനായി ആത്മവിശ്വാസത്തോടെ പരിശ്രമം തുടരുക. വിദ്യാർത്ഥികൾക്കും പഠനം തുടരുന്നവർക്കും ഈ തിരഞ്ഞെടുപ്പ് സ്ഥിരതയുടെ പ്രാധാന്യം ഓർമ്മപ്പെടുത്തുന്നു. സ്ഥിരമായി പരിശ്രമിച്ചാൽ ഫലം വൈകിയാലും ലഭിക്കുമെന്ന വിശ്വാസം നിലനിർത്തുക. ആരോഗ്യത്തിന്റെ കാര്യത്തിൽ ശരീരവും മനസ്സും ഒരുപോലെ ശ്രദ്ധിക്കേണ്ട സമയമാണിത്. ആവശ്യമായ വിശ്രമം, നല്ല ഭക്ഷണക്രമം, വ്യായാമം, ആവശ്യമായാൽ വൈദ്യോപദേശം എന്നിവ അവഗണിക്കരുത്. വിവാഹം ആഗ്രഹിക്കുന്നവർക്ക് ബന്ധങ്ങളിൽ വ്യക്തതയും പരസ്പര ബഹുമാനവും വളർത്തുന്നത് പ്രധാനമാണ്. അനുയോജ്യമായ അവസരങ്ങൾ വന്നാൽ വിവേകത്തോടെ തീരുമാനമെടുക്കുക. നിങ്ങളുടെ ആഗ്രഹം ഉടൻ തന്നെ അതേ രൂപത്തിൽ പൂർത്തിയാകുമെന്ന ഉറപ്പ് ആർക്കും നൽകാനാവില്ല. എന്നാൽ ഈ തിരഞ്ഞെടുപ്പ് നിങ്ങളെ പ്രത്യാശയോടെയും വിശ്വാസത്തോടെയും മുന്നോട്ടു പോകാൻ പ്രേരിപ്പിക്കുന്ന ഒരു ആത്മീയ ഓർമ്മപ്പെടുത്തലാണ്. അടുത്ത ദിവസങ്ങളിൽ ചെറിയ സന്തോഷ വാർത്തകൾ നിങ്ങൾക്ക് ലഭിക്കുകയോ ഒരു തടസ്സം നീങ്ങുകയോ പുതിയൊരു വഴിത്തിരിവ് തുറക്കുകയോ ചെയ്യാൻ സാധ്യതയുണ്ടെന്നതാണ് ഇവിടെ കാണുന്നത്. ആ അവസരങ്ങൾ തിരിച്ചറിയാൻ ശ്രദ്ധ പുലർത്തുക. എല്ലാ ദിവസവും കഴിയുമെങ്കിൽ കുറച്ച് നിമിഷങ്ങൾ ഗുരുവായൂരപ്പനെ ധ്യാനിച്ച് പ്രാർത്ഥിക്കുക. പ്രാർത്ഥന മനസ്സിന് സമാധാനവും പ്രത്യാശയും നൽകും.
അതോടൊപ്പം നിങ്ങളുടെ ലക്ഷ്യത്തിനായി ആത്മാർത്ഥമായി പ്രവർത്തിക്കുകയും ചെയ്യുക. അവസാനമായി ഈ തിരഞ്ഞെടുപ്പ് നിങ്ങളോട് പറയുന്ന സന്ദേശം ഇതാണ്: വിശ്വാസം നഷ്ടപ്പെടുത്തരുത്. ക്ഷമയോടെ മുന്നോട്ട് പോവുക. നിങ്ങളുടെ ശ്രമവും പ്രാർത്ഥനയും ഒരുമിക്കുമ്പോൾ ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ നിങ്ങൾക്ക് കഴിയും. ഗുരുവായൂരപ്പന്റെ അനുഗ്രഹം എന്നും നിങ്ങളോടൊപ്പം ഉണ്ടാകട്ടെ. ഗുരുവായൂരപ്പന്റെ ഈ സന്ദേശത്തിൽ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഓം നമോ നാരായണായ എന്ന് രേഖപ്പെടുത്തുക. ഇത്രയും കാര്യങ്ങളാണ് ഒന്നാമത്തെ ചിത്രം തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള സന്ദേശങ്ങളായിട്ട് പറയാനുള്ളത്. ഇനി അടുത്തതായിട്ട് രണ്ടാമത്തെ ചിത്രം തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഫലങ്ങളാണ് പറയുന്നത്. ഗുരുവായൂരപ്പന്റെ രണ്ടാമത്തെ ചിത്രം നിങ്ങൾ തിരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ ആദ്യം ഉയരേണ്ടത് നന്ദിയാണ്. കാരണം ഈ തിരഞ്ഞെടുപ്പ് ഭക്തിപരമായ ഒരു ആത്മീയ ചിന്തയായി നോക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ അധ്യായം തുടങ്ങാനുള്ള ഒരുക്കത്തെ ഓർമ്മപ്പെടുത്തുന്നതാണ്. ഒരുപാട് നാളുകളായിട്ട് നിങ്ങൾ മനസ്സിൽ സൂക്ഷിച്ചിരിക്കുന്ന ഒരു ആഗ്രഹമുണ്ട്. അത് എപ്പോൾ പൂർത്തിയാകും എന്ന ചിന്ത ചിലപ്പോൾ നിങ്ങളെ വിഷമിപ്പിച്ചിട്ടുണ്ടാകാം. എന്നാൽ ഓരോ കാര്യത്തിനും അതിന്റെ സമയമുണ്ടെന്നത് മറക്കരുത്. കാത്തിരിപ്പിന്റെ കാലം അവസാനിക്കുമെന്ന പ്രത്യാശ ഈ തിരഞ്ഞെടുപ്പ് നിങ്ങൾക്ക് നൽകുന്നു. കഴിഞ്ഞ മാസങ്ങളിൽ നിങ്ങൾ അനുഭവിച്ച ചില തടസ്സങ്ങൾ നിങ്ങളെ ക്ഷീണിപ്പിച്ചിരിക്കാം. ചിലർ നൽകിയ വാഗ്ദാനങ്ങൾ പാലിക്കപ്പെടാതിരുന്നതാകാം. വിശ്വസിച്ചവർ പോലും അകന്നു പോയതുപോലെ തോന്നിയിരിക്കാം. എന്നിരുന്നാലും ഈ അനുഭവങ്ങൾ നിങ്ങളെ കൂടുതൽ ശക്തരാക്കാനാണ് സഹായിച്ചിരിക്കുന്നത്. സാമ്പത്തിക മേഖലയിൽ പതുക്കെയെങ്കിലും അനുകൂലമായ മാറ്റങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പുതിയ വരുമാന മാർഗങ്ങളെക്കുറിച്ച് ചിന്തിക്കാനുള്ള സമയമാണിത്. ചിലവുകളിൽ നിയന്ത്രണം പാലിക്കുകയും ലഭിക്കുന്ന അവസരങ്ങൾ ശ്രദ്ധയോടെ വിലയിരുത്തുകയും ചെയ്യുക. ജോലി അന്വേഷിക്കുന്നവർക്ക് പുതിയ അഭിമുഖങ്ങൾ, പുതിയ ബന്ധങ്ങൾ അല്ലെങ്കിൽ പ്രതീക്ഷ നൽകുന്ന വാർത്തകൾ ലഭിക്കാൻ സാധ്യതയുണ്ടെന്ന ആത്മീയ പ്രചോദനമാണ് ഈ തിരഞ്ഞെടുപ്പ് നൽകുന്നത്. ഇതിനായി കഴിവുകൾ മെച്ചപ്പെടുത്തുകയും ആത്മവിശ്വാസം നിലനിർത്തുകയും ചെയ്യുക. വ്യാപാരം നടത്തുന്നവർ പുതിയ തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുൻപ് നല്ല രീതിയിൽ ആലോചിക്കുക. വേഗത്തിലുള്ള തീരുമാനങ്ങളെക്കാൾ വിവേകത്തോടെ മുന്നേറുന്നത് കൂടുതൽ ഗുണകരമായിരിക്കും. കുടുംബജീവിതത്തിൽ കുറച്ചു നാളുകളായിട്ട് നിലനിന്നിരുന്ന അകൽച്ചകൾ മാറ്റാൻ ശ്രമിക്കുക. നിങ്ങൾ തന്നെ ആദ്യം സ്നേഹത്തോടെ സംസാരിച്ചാൽ ചില തെറ്റിദ്ധാരണകൾ മാറാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ ഒരു ചെറിയ സംഭാഷണം പോലും വലിയ സമാധാനം തിരികെ കൊണ്ടുവരാം. സുഹൃത്തുക്കളുടെയും ബന്ധുക്കളുടെയും പിന്തുണ അപ്രതീക്ഷിത സമയത്ത് ലഭിക്കാം. അതിനാൽ എല്ലാം ഒറ്റയ്ക്ക് ഏറ്റെടുക്കേണ്ടതില്ല. ആവശ്യമായപ്പോൾ സഹായം സ്വീകരിക്കുന്നതും ജീവിതത്തിന്റെ ഭാഗം തന്നെയാണ്. ആരോഗ്യത്തിന്റെ കാര്യത്തിൽ ശരീരത്തോടൊപ്പം മനസ്സിനും വിശ്രമം നൽകുക. അമിതമായ സമ്മർദ്ദം കുറയ്ക്കാൻ പ്രാർത്ഥന, ധ്യാനം, നല്ല ഉറക്കം എന്നിവ സഹായകരമാകും. ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ വൈദ്യോപദേശം തേടുന്നത് വൈകിക്കരുത്. നിങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹം തീർച്ചയായും നടക്കുമെന്ന് ആരും ഉറപ്പു നൽകാറില്ല. എന്നാൽ ഈ തിരഞ്ഞെടുപ്പ് നിങ്ങളെ പ്രത്യാശയോടെയും ആത്മവിശ്വാസത്തോടെയും മുന്നോട്ടു പോകാൻ പ്രേരിപ്പിക്കുന്ന ഒരു ആത്മീയ സന്ദേശമാണ്. എല്ലാ വ്യാഴാഴ്ചയും കഴിയുമെങ്കിൽ ഗുരുവായൂരപ്പനെ സ്മരിച്ച് പ്രാർത്ഥിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുകയും വരാനിരിക്കുന്ന ദിവസങ്ങൾക്ക് ശക്തിയും വിവേകവും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുക. ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രധാന സന്ദേശം ഇതാണ്: നിരാശ ഉപേക്ഷിക്കുക, പുതിയ അവസരങ്ങളെ സ്വീകരിക്കുക, വിശ്വാസത്തോടെയും പരിശ്രമത്തോടെയും മുന്നോട്ടു പോവുക. നല്ല മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ നിങ്ങളിൽ കഴിവുണ്ട്. ഭഗവാന്റെ ഈ സന്ദേശത്തിൽ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഓം നമോ നാരായണായ എന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഗുരുവായൂരപ്പന്റെ അനുഗ്രഹവും കൃപയും എന്നും നിങ്ങളോടും നിങ്ങളുടെ കുടുംബത്തോടും കൂടെ ഉണ്ടാകട്ടെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് രണ്ടാമത്തെ ചിത്രം തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള സന്ദേശങ്ങളായിട്ട് പറയാനുള്ളത്. ഇനി അടുത്തതായിട്ട് മൂന്നാമത്തെ ചിത്രം തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള സന്ദേശങ്ങളാണ് പറയുന്നത്. ഗുരുവായൂരപ്പന്റെ മൂന്നാമത്തെ ചിത്രം നിങ്ങൾ തിരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ ആദ്യം ഗുരുവായൂരപ്പന്റെ തിരുനാമം ഭക്തിയോടെ ജപിക്കുക. ഈ തിരഞ്ഞെടുപ്പ് ഭക്തിപരമായ ഒരു ആത്മീയ ചിന്തയായി നോക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ പ്രത്യാശയും പുതുവഴികളും കണ്ടെത്താൻ നിങ്ങളെ പ്രചോദിപ്പിക്കുന്ന സന്ദേശമാണ്. ഒരുപാട് നാളുകളായി നിങ്ങളുടെ മനസ്സിൽ സൂക്ഷിച്ചിരിക്കുന്ന ഒരു ആഗ്രഹം സഫലമാകണമെന്ന ആഗ്രഹത്തോടെയാണ് നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ ആഗ്രഹം എത്ര വലിയതായാലും അത് സാധ്യമാക്കാൻ പ്രാർത്ഥനയ്ക്കൊപ്പം നിങ്ങളുടെ ആത്മാർത്ഥമായ ശ്രമവും ആവശ്യമാണ് എന്നത് മറക്കരുത്. കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് ചില കാര്യങ്ങൾ നിങ്ങളുടെ പ്രതീക്ഷയ്ക്കനുസരിച്ച് നടന്നില്ലായിരിക്കാം. ചില വാതിലുകൾ അടഞ്ഞതുപോലെ തോന്നിയിരിക്കാം. എന്നാൽ ചിലപ്പോൾ ഒരു വാതിൽ അടയുമ്പോൾ അതിലും നല്ല മറ്റൊരു അവസരത്തിലേക്കുള്ള വഴി തുറക്കാറുണ്ട്. അതുകൊണ്ട് നിരാശയേക്കാൾ പ്രത്യാശയ്ക്ക് കൂടുതൽ സ്ഥാനം നൽകുക. നിങ്ങളുടെ ജീവിതത്തിൽ ഉടൻ ചില പുതിയ തീരുമാനങ്ങൾ എടുക്കേണ്ട സാഹചര്യം വന്നേക്കാം. ആ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ വികാരങ്ങളെക്കാൾ വിവേകത്തിന് പ്രാധാന്യം നൽകുക.
വിശ്വസിക്കുന്നവരുടെ നല്ല ഉപദേശം കേൾക്കുന്നതും ഗുണകരമായിരിക്കും. സാമ്പത്തിക കാര്യങ്ങളിൽ പതുക്കെയെങ്കിലും സ്ഥിരത കൈവരിക്കാൻ കഴിയുന്ന സമയമാണിത്. പണം സംബന്ധിച്ച തീരുമാനങ്ങൾ ശ്രദ്ധയോടെ എടുക്കുക. അനാവശ്യമായ കടബാധ്യതകളും അമിത ചിലവുകളും ഒഴിവാക്കാൻ ശ്രമിക്കുക. ജോലി ചെയ്യുന്നവർക്ക് പുതിയ ഉത്തരവാദിത്വങ്ങൾ ലഭിക്കാനോ പുതിയ അവസരങ്ങൾ തുറക്കാനോ സാധ്യതയുണ്ടെന്ന ആത്മീയ പ്രചോദനമാണ് ഈ തിരഞ്ഞെടുപ്പ് നൽകുന്നത്. പഠിക്കുന്നവർക്കും കഴിവുകൾ വളർത്തുന്നവർക്കും പരിശ്രമത്തിന്റെ ഫലം വൈകിയാലും ലഭിക്കുമെന്ന പ്രത്യാശ കൈവിടരുത്. കുടുംബ ബന്ധങ്ങളിൽ സ്നേഹവും പരസ്പര ബഹുമാനവും വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുക. ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ വലിയ അകൽച്ചകളാകാതിരിക്കാൻ ശാന്തമായ സംഭാഷണങ്ങൾ സഹായിക്കും. നിങ്ങളുടെ ആരോഗ്യത്തെ അവഗണിക്കരുത്. മനസ്സിന്റെ സമാധാനവും ശരീരത്തിന്റെ ആരോഗ്യവും ഒരുപോലെ പ്രധാനമാണ്. ആവശ്യമായ വിശ്രമം, ആരോഗ്യകരമായ ഭക്ഷണം, ആവശ്യമായാൽ വൈദ്യോപദേശം എന്നിവ ജീവിതത്തിന്റെ ഭാഗമാക്കുക. നിങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹം എപ്പോൾ എങ്ങനെ സഫലമാകുമെന്നത് ഉറപ്പായി ആരും പറയില്ല. എന്നാൽ ഈ തിരഞ്ഞെടുപ്പ് നിങ്ങളെ പ്രത്യാശയോടെയും വിശ്വാസത്തോടെയും മുന്നോട്ടു പോകാൻ പ്രചോദിപ്പിക്കുന്ന ഒരു ആത്മീയ ഓർമ്മപ്പെടുത്തലാണ്. എല്ലാ ദിവസവും കുറച്ച് നിമിഷങ്ങൾ ഗുരുവായൂരപ്പനെ സ്മരിച്ച് പ്രാർത്ഥിക്കുക. അതോടൊപ്പം നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് ആത്മാർത്ഥമായി പ്രവർത്തിക്കുക. പ്രാർത്ഥന മനസ്സിന് സമാധാനം നൽകുകയും പരിശ്രമം ജീവിതത്തിൽ മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ സഹായിക്കുകയും ചെയ്യും. ഈ തിരഞ്ഞെടുപ്പിന്റെ പ്രധാന സന്ദേശം ഇതാണ്: നിങ്ങളുടെ വിശ്വാസം കാത്തു സൂക്ഷിക്കൂ. നല്ല ചിന്തകളോടെ മുന്നോട്ടു പോകൂ. ഓരോ ചെറിയ ചുവടും നിങ്ങളെ നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് അടുപ്പിക്കും. ഈ സന്ദേശം നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നുകയാണെങ്കിൽ ഓം നമോ നാരായണായ എന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഗുരുവായൂരപ്പന്റെ അനുഗ്രഹവും കൃപയും നിങ്ങളുടെ ജീവിതത്തിൽ എന്നും നിറഞ്ഞു നിൽക്കട്ടെ. നിങ്ങളുടെ മനസ്സിന് സമാധാനവും കുടുംബത്തിന് ഐക്യവും ജീവിതത്തിന് നല്ല അവസരങ്ങളും ലഭിക്കട്ടെ. ഹൃദയം നിറഞ്ഞ പ്രാർത്ഥനകളോടെ ഗുരുവായൂരപ്പൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇത്രയും കാര്യങ്ങളാണ് മൂന്നാമത്തെ ചിത്രം തിരഞ്ഞെടുത്ത ആളുകളെ കുറിച്ച് പറയാനുള്ളത്. അപ്പൊ ഞാനിവിടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് എത്രമാത്രം കൃത്യമായി തോന്നുന്നുണ്ട് എന്നുള്ളത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ വീഡിയോ കാണുന്ന മറ്റുള്ളവർക്കും ഇതിന്റെ ജെന്യൂനിറ്റി, കൃത്യത എത്രമാത്രമാണ് എന്നുള്ളത് തിരിച്ചറിയാൻ അത് വളരെയധികം ഉപകാരപ്രദമായിരിക്കും. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത്. നന്ദി.